ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഉണ്ടല്ലോ നല്ലൊരു ഈവനിങ് ആയ സമയത്ത് എനിക്ക് ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ജേർണൽ ചെയ്താലോ. അപ്പം പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ നല്ലൊരു ചൂട് ചായ എടുത്ത് ചായ ഉണ്ടാക്കി വെച്ച് എന്നിട്ട് ജേർണൽ ശരിയാക്കാൻ പോവാണ്. അപ്പം ഞാനിന്ന് ഒരു പിങ്ക് തീംഡ് ആയിട്ടുള്ളൊരു ജേർണലാണ് ചെയ്യാൻ പോകുന്നത്. കുറേ ദിവസമായിട്ട് ഞാൻ പിങ്ക് ഒബ്സസ്ഡ് ആണ് ഗൈസ്. എന്ത് കണ്ടാലും എനിക്ക് പിങ്ക് കാണണം, അങ്ങനെ ഒരു മൈൻഡിലാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു എന്താ അതിൻ്റെ പേര് എന്നോട് ഒരു കൊക്കറ്റെന്നോ അങ്ങനെ എന്തോ ഒരു എസ്തറ്റിക്സ് ഉണ്ട്. അതാണ് ഫുള്ള് എൻ്റെ പേജും പിന്നെ യൂട്യൂബ് ചാനലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, ഇൻസ്റ്റഗ്രാമൊക്കെ നിറഞ്ഞു നിൽക്കണേ. അപ്പം പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു A4 പേപ്പർ എടുക്കുക, ഇങ്ങനെ ഒരു ഈ പേജിൻ്റെ ഒരു നടുവിലാക്കി ഒരളവെടുത്തിട്ട് നമ്മൾ കോർണേഴ്സൊക്കെ കട്ട് ചെയ്ത് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഗ്ലൂ തേച്ച് ഒട്ടിക്കാം. ഞാൻ ഉണ്ടല്ലോ നേരത്തെ അല്ല, ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടു. ബട്ട് ഇയർഫോൺ കേടായതുകൊണ്ട് എന്താ പറയുക, ആ ഒരു സുഖം കിട്ടിയില്ല, സംസാരിക്കുന്ന ഒരു സുഖം കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ അത് ഡിലീറ്റ് ആക്കി വീണ്ടും സംസാരിക്കാം. അപ്പം പിന്നെ അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൂലിപ്സ് വരച്ചു കൊടുക്കുക. കുറേ ടൂലിപ്സ് വരച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ടൂലിപ്സ് വരച്ചു കൊടുക്കുക. ഞാൻ പിന്നെ എൻ്റെ മടി കാരണം ഞാൻ 3 ടൂലിപ്സേ വരച്ചു കൊടുക്കണുള്ളൂ. അപ്പം അത് വരച്ചു കൊടുത്ത് നല്ല കളർ ചെയ്യുക, നിങ്ങളെ ഇഷ്ടത്തിൽ കളർ ചെയ്യുക. അതൊക്കെയാണല്ലോ നമുക്കൊരു സന്തോഷം. എനിക്ക് ഇതൊക്കെയാണ് കേട്ടോ സന്തോഷം ഉണ്ടാവുക. വരയ്ക്കുക, ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കര മൈൻഡ് ഒരു ക്ലിയർ ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുക. വരയ്ക്കുമ്പോഴും എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഒരു ബൊക്കെ പോലെയാണ്. അപ്പോൾ ഒരു ബ്രൗൺ പേപ്പർ എടുത്ത് നമ്മൾ കടല പൊതിയുന്നതിൻ്റെ തൊട്ടൊന്ന് മടക്കി കൊടുത്ത് എന്നിട്ട് അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. ഈ ഗ്ലൂ മര്യാദക്ക് ഒട്ടുന്നില്ലായിരുന്നു കേട്ടോ, എന്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ ഈ 3 ടൂലിപ്സും അതിലിങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതും ഇതിൽ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ബൊക്കെ റെഡിയാക്കാൻ വേണ്ടി നോക്കിയതാണ്. എന്നിട്ട് അതിലൊരു ബോ കട്ട് ചെയ്ത് ബോൻ്റെ സ്റ്റിക്കർ പോലെ കട്ട് ചെയ്തിട്ട് അതും ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ബൊക്കെ നമ്മൾ റെഡിയാക്കി അത് നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കും. ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ടൂലിപ്പിനോടും ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ടൂലിപ്സ് വാങ്ങിക്കണോ അല്ലെങ്കിൽ ബൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ വേസിൽ പോലെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ വാങ്ങിക്കുകയാണെങ്കിൽ കാശാവും. എന്തായാലും DIY ചെയ്യലായിരിക്കും മിക്കവാറും ചെയ്യാം. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെട്ടിയിട്ട് നമ്മൾ വാഷി ടേപ്സും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാനിപ്പം ഉണ്ടാക്കി വെച്ചത് കുറച്ച് ഡോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ വാഷി ടേപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാഷി ടേപ്സ് മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കപ്പാണ്. ആക്ച്വലി കപ്പിന് വേറൊരു കളറായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെ അത് കിട്ടാണ്ടായപ്പോൾ ഞാൻ വയലറ്റ് എടുത്ത് അടിച്ചത്, ഒരു സാമ്യം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കി പിന്നെ വെട്ടിയെടുക്കുക, കപ്പ് വെട്ടുക. എന്നിട്ട് നമ്മളിതൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കമൻസ് ബോക്സിലൊന്ന് പറയട്ടോ. എനിക്ക് അത്ര വലിയ ഓഡിയൻസ് ഒന്നും ആയിട്ടില്ല, എന്നാൽ കൂടെ ഞാൻ പറയുകയാണ് കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ചെയ്യുന്ന ഞാൻ ഒരു സ്റ്റാമ്പ് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് സ്റ്റാമ്പിൻ്റെ ആ ഒരു ബോർഡർ വരച്ചു കൊടുത്തു. എന്നിട്ട് ബ്രൗൺ പേപ്പർ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിലൊരു ഹാർട്ട് ഒട്ടിച്ചു കൊടുത്തു. അതാണ് അവിടെ കാണുന്നത്. അതും ആ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിൽ ഞാനൊന്ന് റെഡിയായിട്ട് കറക്റ്റ് ആവുമോ എന്ന്
ഇതാക്കുക. ഇതാണ് ഏകദേശം ആ ഒരു എൻ്റെ മൈൻഡിലുള്ളൊരു കൺസെപ്റ്റ്. അപ്പം ഞാൻ ഇതൊക്കെ ഓർഡറിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കപ്പും കൂടെ ഒട്ടിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് പിന്നെ റെഡ് പേന എടുത്തിട്ട് അത് ഒരു ഇന്ത്യൻ പോസ്റ്റില്ലേ അത് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണേ ഉള്ളൂ. പിന്നെ ലവ് എഴുതുന്നുണ്ട്. ഇതാക്കണ്ട, ഇതൊക്കെയാണ് ഫൈനലി ചെയ്യേണ്ട സാധനങ്ങൾ. അത് കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.